ആരെനിക്കായി പോകുമെന്നൊരു ധ്വനിയൻ ഹൃത്തിൽ മുഴങ്ങി. സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഈ കോഴ്സിൽ പങ്കെടുത്തതുകൊണ്ട് എനിക്ക് 1000 ധ്യാനത്തിൽ പങ്കെടുക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രയോജനം ലഭിച്ചു. ഒരു ധ്യാനത്തിൽ നമ്മൾ കൈകൊട്ടും പ്രാർത്ഥനയും എല്ലാമായിട്ട് മുമ്പോട്ട് പോകുന്നു. ധ്യാനം കഴിഞ്ഞു, അതിൻ്റെ സ്പിരിറ്റും തീർന്നു. പക്ഷേ ഈ കോഴ്സ് അങ്ങനെയല്ല. ഇത് ഈശോയുടെ പ്രഘോഷണം കഴിഞ്ഞ് അപ്പസ്തോലന്മാരുടെ പ്രഘോഷണം തുടങ്ങിയപ്പോൾ മുതൽ ചെയ്യേണ്ട ഒരു പ്രവൃത്തിയായിരുന്നു. മനുഷ്യൻ്റെ ജീവിത ലക്ഷ്യവും മനുഷ്യൻ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ആയിത്തീരേണ്ടത് എന്നതിനെപ്പറ്റിയുള്ള ഒരു ബോധ്യം ഈ ക്ലാസ്സിലാണ് നമുക്കുണ്ടാകുന്നത്. ടോമിച്ചൻ ഇന്നലെ പല പ്രാവശ്യം ചോദിച്ചു, ഇത് പണ്ടേ തുടങ്ങേണ്ടതായിരുന്നു എന്ന് തോന്നുന്നില്ലേ എന്ന്. തീർച്ചയായിട്ടും ഇത് പണ്ടേ തുടങ്ങണമായിരുന്നു. മനുഷ്യൻ്റെ കൈയും കാലും ഓടുന്ന സമയത്തും തുടങ്ങണമായിരുന്നു. വളരെ വൈകിപ്പോയി. പക്ഷേ ഈ കോഴ്സ് നമ്മെ ഇന്ന് നമ്മുടെ ലക്ഷ്യബോധത്തിലേക്ക് നയിക്കുകയാണ്. നമ്മെ തന്നെ ആദ്യം പശ്ചാത്താപത്തിലേക്ക് നയിക്കണം. ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുവിനെന്ന് ഈശോ പറഞ്ഞിട്ട് പോയിട്ട് 2025 വർഷമായി. പക്ഷേ ഇന്നും നാം അത് കേൾക്കാത്ത മട്ടിൽ മുമ്പോട്ട് പോവുകയാണ്. ഇനിയെങ്കിലും കൊട്ടിക്കുടഞ്ഞൊന്ന് ഏൽക്കുക, നമ്മാലാകുന്നത് ചെയ്യുക. ഇത് നമ്മുടെ കർത്തവ്യമാണ്. ഇതിനുള്ള അനുഗ്രഹം ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മിസ്സിയോ ഓൺലൈൻ ക്ലാസ്സിൽ 11ാമത്തെ ബാച്ച് തൊട്ട് തുടങ്ങിയായിരുന്നു. അത് മിസ്സിയോ 11ാമത്തെ ബാച്ച് തൊട്ട് ഞാൻ മിസ്സിയോയിൽ കയറി. അപ്പോൾ പലരും പറഞ്ഞു കേട്ടു, മിസ്സിയോ കോഴ്സ് കൂടെ, മിസ്സിയോ കോഴ്സ് കൂടെ. ഞാൻ വിചാരിച്ചു 1 കഴിഞ്ഞു 2 കഴിഞ്ഞു, എല്ലാം ഇത് തന്നെയല്ലേ പറയുന്നേ, പിന്നെ എന്നാ ഇത്ര വലിയ കേൾക്കാൻ അവിടെ പോയിട്ട് എന്ന്. ഒരു 2 ദിവസം ഇവിടെ വന്നിട്ട് പോലും എനിക്ക് അങ്ങനെ തന്നെ എനിക്ക് തോന്നിയത്. ഓ, ഈ കോഴ്സ് ഇത് തന്നെയല്ലേ ക്ലാസ്സിൽ പറയുന്നത് നമുക്ക് ക്ലാസ്സിൽ. പിന്നെ 3ാം ദിവസം തൊട്ട് എനിക്ക് കത്താൻ തുടങ്ങി, ശരിക്കും കത്താൻ തുടങ്ങി. ശരിക്കും ദൈവമേ, ഇത് പണ്ടേ കൂടേണ്ട ക്ലാസ്സായിരുന്നു. അന്ന് എനിക്ക് എൻ്റെ ഉള്ളിലിങ്ങനെ എന്ത് ആത്മാർത്ഥമായിട്ട് എനിക്ക് കൂടാൻ പറ്റുമെങ്കിൽ വരാൻ സമയം കിട്ടുന്നില്ല, ഇങ്ങോട്ട് ഉള്ള സമയം മതി എന്നുള്ള നിലയ്ക്ക് ഞാൻ ഓടി വന്നു. ഇന്നലെ ഔട്ട്റീച്ച് പോയപ്പോഴാണ് ഒരുപാട് അനുഭവം തോന്നിയത്. ഔട്ട്റീച്ചിന് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ ചിന്നമ്മേച്ചിയുടെ അടുത്ത് പറഞ്ഞു, എൻ്റെ ചേച്ചി ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഞാൻ ഈ ക്ലാസ്സിൽ വരില്ലായിരുന്നു എന്ന്. ഔട്ട്റീച്ചിന് പോയി അവിടെ ഓരോരുത്തരും ഇങ്ങനെ കാണുമ്പോൾ സംസാരിക്കുമ്പോൾ ചിന്നമ്മേച്ചി തുടങ്ങും. ഞാൻ അവിടെ നിന്ന് ചേച്ചി പറഞ്ഞു പയർ മേടിക്കടി. ശരി, ആദ്യം ഞങ്ങൾ ആ പയർ വിൽക്കുന്ന ആളുടെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങി. അപ്പം തൊട്ട് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഭയങ്കര ഒരു അനുഭവം എനിക്ക് തോന്നിയത്. എന്നിട്ട് അവിടെയെല്ലാം പോയി വന്നപ്പോഴൊക്കെ ആണെങ്കിലും എന്തൊരു അനുഭവമായിരുന്നു എന്ന് എനിക്ക്. ഓരോ മനുഷ്യൻ്റെ അടുത്ത് നമ്മൾ സംസാരിക്കുമ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ കാര്യം പറയുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇൻസ്പിറേഷൻ വരുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വീട്ടിൽ പോയിട്ടാണെങ്കിൽ ഞാൻ ഓർത്തു, ദൈവമേ, ഇത് എന്നതൊക്കെ നമ്മൾ ഈ കോഴ്സ് കൂടേണ്ടതായിരുന്നു എന്നുള്ളത് എനിക്ക് ഭയങ്കരമായിട്ട് ഇൻസ്പിറേഷൻ. പിന്നെ ഞാൻ ഓർത്തു, അത് മാത്രമല്ല, ഓരോ കുടുംബത്തിലെ അമ്മമാരും അപ്പന്മാരും കുട്ടികളടക്കം ഈ കോഴ്സ് കൂടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. യുവജനങ്ങളായിട്ടുള്ള കുട്ടികളടക്കം. കാരണം വെച്ചാൽ ഇന്നത്തെ ലോകത്ത് ഈ ക്ലാസ്സിൽ നിന്ന് കിട്ടുന്ന ഇത് അനുഭവം ധ്യാനത്തിലെ സിസ്റ്റർ പറഞ്ഞ മാതിരി ധ്യാനത്തിലൊന്നും കിട്ടുന്നതല്ല, സത്യമായിട്ടും ധ്യാനത്തിലൊന്നും കിട്ടുന്നതല്ല. ഈ കോഴ്സ് നടത്തിയ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ജൂലി അഗസ്തി. ഞാൻ മിസ്സിയോയിലെ 18ാമത്തെ ബാച്ചിലെ 9ാമത്തെ ഗ്രൂപ്പിലുള്ള ആളാണ്. അതിനേക്കാളും എനിക്കിഷ്ടപ്പെട്ടത് അതിലത്തെ യൂട്യൂബിൽ കണ്ടതാണ് ഇതിൻ്റെ ഈ ക്ലാസ് നടക്കുന്നതിനെ പറ്റി. അപ്പോൾ ഞാൻ ആഗ്രഹിച്ചു കൂടാൻ ശ്രമിച്ചതാണ്. അത് ദൈവം നടത്തി തന്നു. അത് പങ്കെടുത്തപ്പോഴാണ് നമ്മൾ 7 നിത്യസത്യങ്ങൾ മനസ്സിലാക്കിയത്. നേരത്തെ മനസ്സിലാക്കേണ്ടായിരുന്നു. നമ്മൾ വചനത്തിലൂടെ പല കാര്യങ്ങളും ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടെങ്കിലും അത് കാര്യമായിട്ട് ശ്രദ്ധിക്കാറില്ലായിരുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ബോധ്യങ്ങൾ നമുക്ക് ഈ ക്ലാസ്സുകളിൽ കൂടെ ലഭിച്ചു. പിന്നെ ഇവിടുത്തെ ആരാധനയിൽ ഞാനൊരു കാര്യം ദൈവത്തോട് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. മൂത്ത മകൻ്റെ ഒരു ജോലിക്കാര്യം അത് ഈശോ നടത്തി തന്നു. ഇന്നലെ അത് അവനിങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു അവന് നല്ല ജോലി ശരിയായി.
അപ്പോൾ അത് വലിയൊരു അത്ഭുതമായിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ ആരാധനയിൽ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ഈശോയ്ക്ക് ഒത്തിരി എനിക്ക് നന്ദി പറയുന്നു. പിന്നെ സുവിശേഷം പ്രഘോഷിക്കാനുള്ള ഒരു ജ്വലനം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ചേച്ചീനെ എനിക്ക് പാർട്ണറായിട്ട് പുറത്തോട്ട് പോകാൻ കിട്ടിയത് ഒരുപാട് ഉപകാരമായി. ആ ചേച്ചി നല്ല ധൈര്യത്തോടെ സുവിശേഷം എല്ലാവരോടും പ്രസംഗിക്കുന്നുണ്ടപ്പോൾ എനിക്കും അതിനുള്ളൊരു ധൈര്യം കിട്ടി പകർന്ന്. പിന്നെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും വചന പ്രഘോഷണത്തിൽ. ഇന്ന് സുവിശേഷ പ്രഘോഷണത്തെ പറ്റിയാണ് നമുക്ക് ക്ലാസ് എടുത്തു തരുന്നത്. സുവിശേഷ പ്രഘോഷണ സമയത്ത് നമുക്ക് 3 പേരാണ് വേണ്ടത്. ഒന്ന് സുവിശേഷ പ്രഘോഷകൻ, ഒന്ന് ശ്രോതാവ്, പിന്നെ നമുക്ക് സഹായനായിട്ട് പരിശുദ്ധാത്മാവ്. നമുക്ക് ഇനിയുള്ള ജീവിതത്തിൽ സുവിശേഷം പ്രസംഗിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. നമുക്ക് എല്ലാവർക്കും സുവിശേഷം പ്രഘോഷിക്കാനായിട്ട് തയ്യാറാകാം. ആമേൻ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നത്. ആദ്യം ഇവിടെ കൂടിക്കോളാൻ പറഞ്ഞപ്പോൾ എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. ആദ്യത്തെ ദിവസം തന്നെ ഞാൻ വളരെ താമസിച്ചാണ് വന്നത്. ബൈബിൾ ക്ലാസ് അല്ലേ, ബോറടി അല്ലേ എന്നൊക്കെ ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചായിരുന്നു. പക്ഷേ വന്നിരുന്നു. രണ്ടാമത്തെ ദിവസം തൊട്ട് എനിക്ക് ക്ലാസ് ഇഷ്ടപ്പെടാൻ തുടങ്ങി. പിന്നെ ഞാൻ നേരത്തെ കയറാൻ തുടങ്ങി. പിന്നെ എല്ലാ ക്ലാസ്സും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. പിന്നെ ഇവിടെ സ്ക്രീനിൽ കാണിക്കുന്നതിന് അപ്പുറം ഓരോ ആക്ടിവിറ്റീസ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ടായിരുന്നു. അതെന്നെ ഒത്തിരി ആകർഷിച്ചു. അങ്ങനെ ആരാധനയിലാണെങ്കിലും എനിക്ക് പങ്കെടുക്കാൻ പറ്റി. പിന്നെ ഈ ക്ലാസ്സിലൂടെ എനിക്ക് മനസ്സിലായത് സുവിശേഷം വായിക്കുകയോ അല്ലെങ്കിൽ അത് ധ്യാനിക്കുകയോ മാത്രമല്ല, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി മറ്റുള്ളവർക്ക് ഈശോയെ പങ്കുവെച്ച് കൊടുക്കാൻ സാധിക്കുമെന്ന്. ഇന്നലെ പുറത്തു പോയപ്പോൾ എനിക്ക് നല്ല ടെൻഷനും പേടിയായിരുന്നു. അപ്പോൾ ഞാനൊന്നും പറയുന്നില്ല എന്നൊക്കെ ഓർത്തു. പക്ഷേ എൻ്റെ കൂടെ വന്ന ചേച്ചി ഭയങ്കര ആക്റ്റീവായിരുന്നു, എല്ലാവരോടും സംസാരിച്ചു. എന്നാലും എൻ്റെ മനസ്സിൽ ഞാൻ വെച്ചു, ഈശോ എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. എന്നാലും ഞാൻ പ്രാർത്ഥിച്ചിട്ട് ധൈര്യം സംഭരിച്ച് ഞാൻ പറയാൻ തുടങ്ങി. എന്നാന്നറിയത്തില്ല, ഈശോയുടെ ഓരോ കാര്യം പറയുമ്പോഴും ഒരു ഭയങ്കര അഭിഷേകം, ഒരു ഭയങ്കര ദൈവസ്നേഹം കൊണ്ട് നിറയുന്നത്. ഇവിടുന്ന് പോയേക്കാളും സന്തോഷത്തോടെയാണ് ഞാൻ തിരിച്ചു വന്നത്. അപ്പോൾ ഞാൻ ഇനിയും ധാരാളം ആളുകളോട് ഈശോയെക്കുറിച്ച് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഈ ക്ലാസ് എനിക്ക് വളരെ ഉപകാരപ്രദമായിരുന്നെങ്കിൽ എൻ്റെ പ്രായമൊന്നും കഴിഞ്ഞു പോയിട്ടില്ല. എനിക്കിനി കുറേ നാൾ ഈശോയെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ സാധിക്കും. ഈ ക്ലാസ് ഞങ്ങൾക്ക് ഒരുക്കി തന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഈശോയ്ക്ക് നന്ദി പറയുന്നു. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ജോയ്സ് കെ ജോസഫ്. ഞാൻ 13ാമത്തെ ബാച്ച് മുതൽ ഈ മിസിയോയിൽ അംഗമാണ്. 13-14 ബാച്ചുകളിൽ മെമ്പറായിട്ടും അതിനുശേഷം 15 മുതൽ ഇപ്പോൾ നടക്കുന്ന ബാച്ചിൽ വരെ മെൻറ്ററായിട്ടും ആണ് ഉണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് ആ അവസരങ്ങളിലൊക്കെ കിട്ടാത്ത ഒരു വലിയ ദൈവാനുഭവം ആയിരുന്നു ഈ 6 ദിവസം കൊണ്ട് കിട്ടിയത്. 18ാമത്തെ ബാച്ചിലാണെങ്കിൽ 17ാമത്തെ ബാച്ചിൻ്റെ അവസാനം മറ്റു മെൻറ്റേഴ്സിനോട് ഞാൻ പറഞ്ഞു, എനിക്ക് ഇനി ഒരു മിസിയോ കോഴ്സിൽ പങ്കെടുത്തിട്ടേ, റെസിഡൻഷ്യൽ കോഴ്സിൽ പങ്കെടുത്തിട്ടേ ഞാൻ മെൻറ്ററാകുന്നുള്ളൂ, എന്നാലേ ഇച്ചിരൂടെ ശരിയാകുള്ളൂ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എൻ്റെ മെൻറ്ററായിരുന്ന ടെസ്റ്റ് ചേച്ചി നിർബന്ധിച്ചു, അതൊന്നും നോക്കണ്ട, അതിനുള്ള അവസരം ദൈവം ഒരുക്കി തരും, തീർച്ചയായിട്ടും മെൻറ്ററായിട്ട് തന്നെ തുടരുക എന്ന് പറഞ്ഞു. അപ്പോൾ മെൻറ്ററായിട്ട് തുടരുകയും ഈ മിസിയോ കോഴ്സിൽ വളരെ ആഗ്രഹിച്ചിരുന്നു. ടോംസ് ചേട്ടൻ മിക്കവാറും എന്നെ വിളിക്കാറുണ്ടായിരുന്നു. എന്തായാലും ഇത്തവണ എനിക്ക് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് തന്നെ സൗകര്യമായിട്ട് ഒരുക്കി തന്നു. എനിക്കിതിൽ പങ്കെടുക്കാൻ സാധിച്ചു. നല്ലൊരു അനുഭവമായിരുന്നു. ആദ്യത്തെ ദിവസത്തെ കുമ്പസാരം, അതുപോലെ ആ സമർപ്പണം എനിക്ക് ഒത്തിരി അനുഭവമായിരുന്നു. അതുപോലെ തന്നെ ഇന്നലത്തെ പുറത്തുപോയി സുവിശേഷം പോയപ്പം മടിയായിരുന്നു തീർച്ചയായിട്ടും. പക്ഷേ പറഞ്ഞു തുടങ്ങിയപ്പോൾ ആദ്യത്തെ വീട്ടിൽ ചെന്ന് ഒരു കേൾക്കാൻ മനസ്സില്ലാത്ത ഒരു സഹോദരിയുടെ അടുത്താണ് ആദ്യം പോയത്. അവിടെ ചെന്നപ്പോൾ എനിക്ക് പറയാനായിട്ട് അല്പം പരിഭ്രമം തോന്നി. അത് ഇവിടെ പരിശുദ്ധാത്മാവ് കാണിച്ചു തരികയും ചെയ്തു. എനിക്ക് വളരെ ബോധ്യമായി, നമ്മുടെ എപ്പോഴും നിത്യസഹായകനായ പരിശുദ്ധാത്മാവ് കൂടെയുണ്ട് എന്ന് വചനത്തിൽ പറയുന്നുണ്ടെങ്കിലും എനിക്കത് പൂർണ്ണ ബോധ്യമായത് ഇന്നലെയാണ്. തീർച്ചയായിട്ടും ഇതൊരു നല്ല അനുഭവം തന്നെയായിരുന്നു. ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്ന തമ്പുരാന് നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഈ മിസിയോ ടീം അംഗങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ കോഴ്സ്
ആദ്യം തൊട്ടേ ഒരു നല്ലൊരു അനുഭവമായിരുന്നു. സമർപ്പണം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. പിന്നെ സുവിശേഷം പറയണമെന്ന് എനിക്ക് പണ്ട് തൊട്ടേ ആഗ്രഹമുള്ള ഒരാളാണ്. അത് എങ്ങനെയാണ് പറയേണ്ടതെന്ന് അറിയാൻ പാടില്ലായിരുന്നു. പിന്നെ ഈ മുതലക്കോടത്ത് ആൾക്കാർ ഈ കോഴ്സ് കൂടിക്കഴിഞ്ഞപ്പം ഞങ്ങൾ പോയി പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ഒരു വലിയൊരു സന്തോഷം. നമുക്കും എങ്ങനെയെങ്കിലും ഒന്ന് പോയി തുടങ്ങണം എന്നൊക്കെയുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ പറഞ്ഞങ്ങ് വിട്ടപ്പം കുറച്ച് ഭയം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ ബേബി താമസിച്ച് വന്നപ്പം ഇവിടെ ഇരുന്ന് ഞാൻ മാതാവിനോട് ശരിക്കും ഞാൻ പ്രാർത്ഥിച്ചു. അമ്മ ഈശോയെ വഹിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയല്ലേ, അമ്മ ചെന്ന് എല്ലാം ഒന്ന് ഒരുക്കി വെച്ചേക്കണം, ഞങ്ങൾ ചെല്ലേണ്ട സ്ഥലങ്ങളും വീടുകളും എല്ലാം അമ്മയൊന്ന് കാണിച്ചു തന്ന് അമ്മ അതെല്ലാം ഒരുക്കി വെച്ചേക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോയത്. അപ്പോൾ ഇവിടെ ചെന്നു ആദ്യമേ പച്ചക്കറി പയ്യനെയാണ് കണ്ടത്. പച്ചക്കറി പയ്യന് ഭയങ്കര താല്പര്യം. പക്ഷേ അതതിൻ്റെ ഓണർ അങ്ങനെ സമ്മതിച്ചില്ല. പക്ഷേ അവനിങ്ങനെ കണ്ണിൽ ഇങ്ങനെ 2-3 പ്രാവശ്യം ഇങ്ങനെ തൂക്കുന്നതൊക്കെ കണ്ടപ്പോൾ എനിക്കിത് കത്തുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പോകുമ്പോൾ ഞങ്ങൾക്ക് കൂടുതലും പയ്യന്മാരെയാണ് കിട്ടിയത്. അപ്പം ആ പിള്ളേർ വളരെ ശാന്തതയോടുകൂടി ആകാംക്ഷയോടുകൂടി ഇത് കേൾക്കുന്നത് കണ്ടപ്പം എനിക്ക് മനസ്സിലായി നമ്മളുടെ ഇടയിൽ ഈശോയുടെ വചനത്തിനായിട്ട് ദാഹിക്കുന്ന എന്തോരം ആൾക്കാരുണ്ട്. നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നു എല്ലാവർക്കും ഈശോയെ പറ്റിയൊക്കെ അറിയാം, അതുകൊണ്ട് നമ്മുടെ നാട്ടിലൊന്നും ഈശോയെ പറയേണ്ട കാര്യമൊന്നുമില്ല, അങ്ങനെയൊക്കെയുള്ളൊരു ധാരണയുണ്ടായിരുന്നു. പിന്നെ ഇവരുടെ ഇടയിൽ ഈശോയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ചെല്ലുമ്പം നമ്മൾ ടി വിയിലും അവിടെ ഇവിടെയൊക്കെ കേൾക്കുന്ന പേപ്പറിലൊക്കെ കേൾക്കുന്ന വളരെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് നേരിടേണ്ടി വരുമെന്നൊക്കെ ആയിരുന്നു. പക്ഷേ ഇന്നലെ പോയപ്പോഴാണ് മനസ്സിലായത് അവിടെ നമ്മൾ ഇറങ്ങിച്ചെന്നാൽ ഈശോയെ കേൾക്കാൻ ആഗ്രഹമുള്ള ഒരുപാട് ആൾക്കാരുണ്ടെന്ന് മനസ്സിലായി. അതിന് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. പിന്നെ ഈ ചെറുപ്പത്തിൽ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നു അച്ഛന്മാരുടെ സിസ്റ്റേഴ്സിൻ്റെയും ജോലിയാണ് മിഷൻ കാര്യങ്ങളൊക്കെ എന്ന്. പിന്നീട് ഞങ്ങൾ മിഷനിലൊക്കെ പോകാൻ തുടങ്ങിയപ്പം ശരിക്കും ബോധ്യം വന്നത് അൽമാരുടെയും കൂടെ ജോലിയാണ്. പക്ഷേ ഈ അൽമാർക്ക് ഇങ്ങനെ ഒരു ക്ലാസ് അറേഞ്ച് ചെയ്യാനും ഇതിനു വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു അവയർനെസ്സും ഒരു പ്രാക്ടീസും ഒക്കെ കൊടുക്കാൻ ഇങ്ങനെ ഒരു സംവിധാനം ഉള്ളത് ഞാൻ ഇവരെ ഇത് തുടങ്ങിയ അലിസ് ചേച്ചിയെ ടോമിച്ച് നങ്കലിനെയൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തിന് ഒത്തിരി നന്ദി പറയുന്നു. ഇതിൻ്റെ അംഗമാകാനും നമുക്ക് സാധിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എന്നോട് ഈ കോഴ്സ് കൂടാൻ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് നെഗറ്റീവ് മെൻറ്റാലിറ്റിയാണ്. എന്തിനാണ് നമ്മൾ ഒത്തിരി ഓടി അവിടെ ഇവിടെ ധ്യാന കേന്ദ്രങ്ങളൊക്കെ പോകുന്നത്? ഈ വർഷം തന്നെ 2 ധ്യാനങ്ങളൊക്കെ കൂടി. അപ്പോൾ നമ്മൾ എന്തിനാണ് ഇങ്ങനെ ഓടി നടക്കുന്നത്? തമ്പുരാൻ നമുക്കൊരു ബോധ്യമൊക്കെ തന്നിട്ടുണ്ടല്ലോ, ഈശോ നമ്മെ സ്നേഹിക്കുന്നെന്നും നമ്മളതനുസരിച്ച് മറ്റുള്ളവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചും മറ്റുള്ളവർക്ക് കഴിയാവുന്ന വിധത്തിലൊക്കെ നന്മയൊക്കെ ചെയ്ത് ജീവിച്ചാൽ പോരെ. എന്തിനാണ് ഓടി നടക്കുന്നത്? പിന്നെ വചനപ്രഘോഷണം എന്ന് പറഞ്ഞു. ഈ വചനപ്രഘോഷണത്തിനൊന്നും എന്നെക്കൊണ്ട് കഴിയത്തില്ല, എനിക്കതിനുള്ള പാഠവുമില്ല. വചനം പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്, വചനം നോക്കി ദിവസമൊക്കെ ചെല്ലുന്നുണ്ട്, പക്ഷേ ഒന്നും എൻ്റെ മെമ്മറിയിൽ നിൽക്കുന്നില്ല. അപ്പോൾ പിന്നെ ഇങ്ങനെയുള്ളൊരു വ്യക്തി എങ്ങനെ മറ്റുള്ളവരുടെ മുമ്പ് പോയി പ്രസംഗിക്കും? അപ്പോൾ ഇതൊന്നും എനിക്ക് പറ്റിയ പണിയല്ല. ഇങ്ങനെയൊക്കെ ഒരു മടി പിടിച്ച് ഞാനിങ്ങനെ ഇരിക്കുകയായിരുന്നു. കർത്താവേ ഞാൻ പോകണമെന്നൊക്കെ ചോദിച്ചു. പക്ഷേ അവസാനം എന്തായാലും എന്നോട് പറഞ്ഞതല്ലേ, അനുസരിച്ചേക്കാം. അങ്ങനെ ഞാനിവിടെ വന്നു 1 2 സമർപ്പണമായി നന്നായിട്ട് സമർപ്പിച്ചു. പിന്നീട് അപ്പോഴും എൻ്റെ മനസ്സിൽ ഞാനിങ്ങനെ ഒരു വചനപ്രഘോഷണം നടത്താൻ എന്നെക്കൊണ്ട് പറ്റും എന്ന ചിന്തയിൽ ലാസ്റ്റ് നിമിഷത്തിൽ എനിക്ക് ബോധ്യം കിട്ടി, എന്നെക്കൊണ്ടാവും എന്ന് തന്നെ എനിക്കൊരു ബോധ്യം കിട്ടി. ഇന്നലെ 4ാമത്തെ ദിവസം എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു, ഇവിടെ ഒന്ന് പങ്കെടുക്കണം, നിങ്ങൾ പോയ പോലെ പോകണമെന്ന്. പക്ഷേ ഞാൻ തലേദിവസം രാത്രി നോക്കി എന്തെങ്കിലും രീതിയിൽ ഹർത്താൽ പ്രഖ്യാപിക്കുന്നുണ്ടോ, ഇത് മുടങ്ങാതെ ഇവിടെ എന്ത് പങ്കെടുക്കണം. പക്ഷേ എന്തോ ദൈവം അവിടെ ഒരു അവധി പ്രഖ്യാപിച്ചില്ല. എനിക്ക് അത്യാവശ്യം പ്രോഗ്രാം ഉണ്ടായിരുന്നു, ഒഴിവാക്കാൻ പറ്റാത്ത കേസ്. അതുകൊണ്ട് ഇന്നലെ എനിക്കത് പങ്കെടുക്കാൻ പറ്റിയില്ല. പക്ഷേ ഞാൻ ലാസ്റ്റ് നിമിഷം ഇവിടെ ഓടിയെത്തി. നിങ്ങളുടെ ഷെയറിംഗ് എല്ലാം കിട്ടും. വളരെ സന്തോഷം തോന്നി, നഷ്ടബോധം തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു, കർത്താവ് എനിക്ക് അവസരം തരും, എനിക്കതിനുള്ള അതൊക്കെ മുമ്പിൽ കാണുന്നുണ്ട്. ഞാനൊരു സംഘടനയിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ദൈവം എനിക്ക് തരും, എനിക്ക് അതിനുള്ള അവസരം തരും. ഇപ്പോൾ സമയമായിട്ടില്ല എന്ന് ഞാനങ്ങ് ആശ്വസിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഞാൻ ഇവിടെ
ഇങ്ങനെ ഒരു കോഴ്സ് കൂടാൻ പറ്റിയതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. ഈ മിസ്സിയോ കുടുംബത്തിന് നന്ദി പറയുന്നു. സ്തുതിയായിരിക്കട്ടെ. ഞാൻ ഈ മിസ്സിയോ കോഴ്സ് ഓൺലൈനായിട്ട് കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ബേസിക്കായിട്ടുള്ള തത്വങ്ങളൊക്കെ അറിയാമായിരുന്നു. ഇങ്ങനെ ആ 7 നിത്യസത്യങ്ങളെപ്പറ്റി എല്ലാം അറിയാമായിരുന്നു. പക്ഷേ എൻ്റെ ഒരു ഉദ്ദേശം, ഈ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നത് എങ്ങനെയാണ് ഇത് മറ്റുള്ളവരോട് ദൈവത്തെപ്പറ്റി ഈശോയെപ്പറ്റി പ്രഘോഷിക്കുന്നതെന്നുള്ളതായിരുന്നു. അതിനെനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും ആൾക്കാരൊക്കെ എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ച് ഒരിക്കലും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. പ്രത്യേകിച്ച് വീട്ടിലുള്ള 2 ജോലിക്കാരന് മാത്രം പറഞ്ഞിട്ടുണ്ട്. ബാക്കി പുറത്ത് ആരോടും പറയാനും സാധിച്ചില്ല. അപ്പോൾ അതിനൊരു സൊല്യൂഷൻ കാണുക ഉള്ളതായിരുന്നു എൻ്റെ ഉദ്ദേശം. അത് ഇന്നലെ സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷപ്രദമായ ഒരു സംഭവമാണ്. അപ്പോൾ ആൾക്കാരോട് പറയുമ്പോഴത്തേക്കും അവരെന്ത് പ്രതികരണം എന്തായിരിക്കും, അവർ നമ്മളെ ഉപദ്രവിക്കുമോ എന്നൊക്കെയായിരുന്നൊരു ഭയം. അപ്പോൾ ഇന്നലെ ചെന്ന് സംസാരിച്ചപ്പോൾ മനസ്സിലായി എല്ലാവരും അത് കേൾക്കാനായിട്ട് താല്പര്യപ്പെട്ടിരിക്കുകയാണ്. എക്സെപ്റ്റ് കുറച്ച് ചെറിയ ശതമാനം ആൾക്കാരും കേൾക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആൾക്കാരോടത് പറയുമ്പോഴത്തേക്കും അവർ വളരെ ജിജ്ഞാസയോടെയാണ് അത് കേൾക്കുന്നത്. ആ കേൾവി ശരിക്കും നമ്മളെ അത്ഭുതപ്പെടുത്തി. കാരണം ഇത് ഞാൻ വിചാരിച്ചു മിഷനിലൊക്കെ ആയിരിക്കും ഇങ്ങനെ ആൾക്കാർക്ക് കേൾക്കാൻ. മിഷനിലൊക്കെ ചെല്ലുമ്പോഴത്തേക്കും ആൾക്കാരൊക്കെ ഇങ്ങനെ അനേകം ആൾക്കാർ ഈശോയെപ്പറ്റി കേൾക്കാനായിട്ട് കൊതിച്ച് വരുന്നത് കാണാം, ഞങ്ങൾ കണ്ടിട്ടുമുണ്ട്. പക്ഷേ ഇവിടെ നമ്മുടെ അയൽവക്കത്തുള്ള ആൾക്കാർ പോലും ഈശോയെപ്പറ്റി അറിയാതിരിക്കുകയാണ്. അവർക്ക് അറിയാനായിട്ട് വളരെ താല്പര്യമുണ്ടെന്നുള്ളത് ശരിക്കും ഇന്നലെയാണ് മനസ്സിലായത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കി തന്ന ഇതിൻ്റെ ടീമംഗങ്ങൾക്ക് സ്നേഹത്തോടെ നന്ദി പറയുന്നു. ദൈവത്തിനെ സ്തുതി. ഞാൻ റാണി മാത്യു. ഞാൻ ഈ മിസ്സിയോ കോഴ്സിനെ കുറിച്ച് ഒന്നും അറിഞ്ഞുകൊണ്ട് വന്നതല്ല. 2 സഹോദരികൾ ടെൻസിയും മിനിയും വീട്ടിൽ വന്ന് എന്നെ ക്ഷണിച്ചു. പിന്നെ എന്നെ നിർബന്ധമായിട്ട് പറഞ്ഞ് വെച്ചാണ് ഞാനിവിടെ വരുന്നത്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാണ് ഈ കോഴ്സ് എന്നാണെന്നും കൂടുതലായിട്ട് മനസ്സിലാക്കിയത്. ഇതെനിക്കൊരു വളരെ ഒരു അനുഗ്രഹപൂർണ്ണമായ കോഴ്സായിരുന്നു. തമ്പുരാൻ്റെ ഒരു നിയോഗത്താലാണ് എനിക്കിവിടെ വരാൻ സാധിച്ചതെന്ന് ഞാൻ കരുതുന്നു. ഇവരെന്നെ വന്ന് വിളിച്ചതും. പക്ഷേ ഈ കോഴ്സിലൂടെ നമുക്ക് സുവിശേഷം പ്രഘോഷിക്കാൻ നമുക്കും എല്ലാവർക്കും കടമയുണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. മാമോദിസയിലൂടെ നമുക്ക് ആ ദൗത്യം കിട്ടിയതാണ്. പക്ഷേ എനിക്കൊരു 6 സഹോദരങ്ങളുണ്ട്. അപ്പോൾ അവർ ഫോണിൽ വിളിക്കുമ്പോൾ ഞാനടുത്ത് ഇവർക്കും ഇതറിയില്ലല്ലോ. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് ഞാൻ പറയുന്നുണ്ട്, എന്നോട് എന്താ കോഴ്സിൽ ഞാൻ പങ്കെടുക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞു നമുക്ക് എല്ലാവർക്കും കിട്ടിയതാണ്. അപ്പോൾ ഞാൻ മനസ്സിൽ ഓർത്തുകൊണ്ട് തന്നെ പറഞ്ഞു അവരും ഇത് മനസ്സിലാക്കിക്കോട്ടെ എന്ന് ഓർത്തുകൊണ്ട് തന്നെ ഞാൻ അവരുടെ അടുത്ത് പറയുന്നുണ്ട്. അപ്പം നമുക്ക് ഇത് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ആരംഭിക്കാവുന്നതാണ്. പിന്നെ ഇതിന് ഏറ്റവും ആദ്യമായിട്ട് വേണ്ടത് നമ്മൾ വിശുദ്ധമായിട്ട് ജീവിക്കണം. എന്നാലേ മറ്റുള്ളവർ നമ്മൾ നന്നായിട്ട് ജീവിച്ച് വിശുദ്ധമായിട്ട് ആരും അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ മറ്റുള്ളവർ അതൊക്കെ എല്ലാം മാറ്റി, തർക്കദോഷങ്ങളുണ്ടെങ്കിൽ അതെല്ലാം മാറ്റി നമ്മൾ വിശുദ്ധമായിട്ട് ജീവിക്കണം. പിന്നെ അത്യാവശ്യം സൽപ്രവൃത്തികളൊക്കെ ചെയ്യണം. എന്നിട്ട് നമ്മൾ കൂട്ടായ്മയിൽ ചേർന്നുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റും എന്നല്ല. പക്ഷേ എനിക്ക് ഇന്നലെ ഇവിടെ ഈ സുവിശേഷ പ്രഘോഷണത്തിന് പോകണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്ത് ഇങ്ങനെ പറയുന്നതിന് ഈ കോഴ്സിൽ ഇതൊരു ശരിയായ രീതിയാണോ, സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ വരെയും ചിന്തിച്ചു. ഇത് പ്രാക്ടിക്കലാണോ, കുറച്ച് ക്ലാസ് എടുത്തിട്ട് അന്നേരം പുറത്ത് പോകേണ്ട ആവശ്യമാണ്. പക്ഷേ കഴിഞ്ഞ് വന്നപ്പോഴാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതാണെന്നൊക്കെ മനസ്സിലാക്കി. ഇപ്പോൾ അതായത് പുറത്ത് പോയി കഴിഞ്ഞപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവരുടെ അടുത്ത് പറയാനേ ഉദ്ദേശിക്കുന്നുള്ളൂ. അവരോട് ഇതൊരു സമയം തന്നെ പറയുന്നുള്ളൂ. നമ്മൾ ഇറങ്ങി ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ കൂട്ടുകാരിക്ക് പിന്നെ ഇവിടെ ഇറങ്ങി ധൈര്യമുണ്ട് ഈ ഇറങ്ങുമ്പോൾ തൊട്ട്. പക്ഷേ എൻ്റെ നാടിതായാലും എനിക്കിവിടെ പറയാനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു എന്തായാലും നമുക്ക് ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്. പുള്ളിക്കാരിയെ ബലമായിട്ട് നേരെ കൊണ്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി. അവിടെ പോയത് എനിക്ക് വളരെ അനുഭവമായിട്ട് തോന്നി. എന്നുവെച്ചാൽ ശരിക്കും നമ്മൾ ഈ വേദനിച്ചിരിക്കുന്നവർക്കാണ് കുറച്ചുകൂടെ തമ്പുരാനെക്കുറിച്ച് കേൾക്കാനും കുറച്ച് താല്പര്യമൊക്കെ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് കയറി കുറച്ച് ആൾക്കാർ ലേബർ വാർഡിലാണ് ചെല്ലുന്നത്. അവിടെ നിന്ന് കുറേ ആൾക്കാരുടെ അടുത്ത് പറഞ്ഞു. അവർക്കെല്ലാവർക്കും പക്ഷേ ഞങ്ങൾക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ 11 പേരുടെ അടുത്ത് പറഞ്ഞു. 2 പേര് മുസ്ലിം സഹോദരങ്ങളായിരുന്നു, ബാക്കി 5 പേര് ഹിന്ദു സഹോദരങ്ങളും ബാക്കി ക്രിസ്ത്യൻസും ആയിരുന്നു. അപ്പോൾ ഇവരുടെ അടുത്തെല്ലാം നമ്മൾ പറഞ്ഞപ്പോൾ നമ്മൾ ഇത്രയാണ് ഇങ്ങനെയാണ് നമ്മൾ എങ്ങനെയാണ് പറയേണ്ടതെന്ന് കാണാതെ പഠിക്കണമെന്ന് പറഞ്ഞ് ഒരു സുവിശേഷ പ്രഘോഷണം പഠിപ്പിച്ചത് കൊണ്ട് അതിൽ നിന്ന് കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് ചെല്ലുന്നത്. അപ്പോൾ ഇവരുടെ അടുത്ത് എന്താ പറയേണ്ടതെന്ന് നമുക്ക് അറിയാം. അപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞപ്പോൾ അവരാരും ഒരു എതിർപ്പും പറയാതെ ഇവർ പറയുന്നത് വളരെ ശാന്തതയോടെ അവർ കേട്ടു. ഞങ്ങൾക്ക് ഭയങ്കര ഒരു മുസ്ലിം സഹോദരൻ തന്നെ 10-15 പ്രായമുള്ള നല്ല ആ ഒരു യുദ്ധത്തിലുള്ള എന്ത് പറയുന്നു പേടിച്ച് അവരുടെ ആ സഹോദരനും വളരെ അച്ഛൻ പോലും മിണ്ടാതെ കേൾക്കുകയത്. ഒരു അപ്പച്ചനാണെങ്കിൽ വളരെ ഇതായിട്ട് ഞങ്ങൾ പറയുന്നത് കേട്ടത് അപ്പച്ചൻ
വളരെ അവർ പറയുന്ന കേൾക്കുന്നതിന് അവർക്ക് ഭയങ്കര സന്തോഷമാണെന്ന് തോന്നുന്നു. അവർ പറയുന്നത് കേട്ടു, ഞങ്ങൾ പറയുകയും ചെയ്തു. അപ്പോൾ അവസാനം അപ്പച്ചനും പറഞ്ഞു, നിങ്ങൾ പറഞ്ഞു പാവസ്ഥയെക്കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പച്ചൻ തന്നെ പെട്ടെന്ന് ഇങ്ങോട്ട് പറയുകയാണ്, കൊലപാതകം നടത്തിയിട്ടില്ലെന്നുള്ളൂ, ബാക്കിയെല്ലാം ചെയ്തിട്ടുണ്ട്, ശരിയാണ്, നമ്മൾ മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞ് അപ്പച്ചൻ അവസാനം പറഞ്ഞു ഒത്തിരി സന്തോഷം എന്ന് പറഞ്ഞ്, ഇത്തിരി പ്രായമുള്ള മനുഷ്യൻ, അതിൽ ഒത്തിരി സന്തോഷം എന്ന് അപ്പച്ചൻ പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ ഈ ഹോസ്പിറ്റലിൽ പോയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലാക്കിയത്, നമുക്കൊക്കെ പ്രവർത്തിക്കാൻ ഈ ഹോസ്പിറ്റലിലൊക്കെ പോയി ഇങ്ങനെ ആൾക്കാരുടെ അടുത്ത് പോയി ഇത്തിരി നേരം അവരുടെ കൂടെ ഇന്ന് സംസാരിക്കുകയും അവർ പറഞ്ഞ് കേൾക്കുകയും കൊച്ചു കൊച്ചു എന്തെങ്കിലും നല്ല പ്രവർത്തികളൊക്കെ ചെയ്താൽ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്ത് നമുക്ക് തുടങ്ങാമെന്ന് തോന്നുന്നു. സ്തുതിയായിരിക്കട്ടെ. എനിക്ക് കോഴ്സ് കൂടണം, എനിക്ക് സ്കൂളിൽ പോകുന്ന ഇഷ്ടമല്ല കാര്യം പറഞ്ഞാൽ. അതൊരു അടിയൊക്കെ സ്കൂളിൽ ഒരു അടിയൊക്കെ നടന്നുകൊണ്ട് എനിക്ക് അങ്ങോട്ട് പോകുന്നത് ഇഷ്ടമല്ല. അങ്ങനെയല്ല, ഇഷ്ടമാണ് പഠിക്കാനൊക്കെ. അപ്പോൾ എനിക്ക് ഇങ്ങനെ മടിയാണ് പോകാൻ. അപ്പോൾ അമ്മ പറഞ്ഞു എന്നാൽ എൻ്റെ കൂടെ പോരെയെന്ന്. അപ്പോൾ അമ്മയുടെ കൂടെ ഞാൻ പോന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ ഇവിടെ കുറച്ച് പേരൊക്കെ എനിക്ക് കൂട്ടായിട്ടുള്ളൂ. ലീസ് ആൻറ്റിയും കുറച്ച് പേരൊക്കെ കൂടി എനിക്ക് മിണ്ടാനുണ്ടായിരുന്നു. രണ്ടാമത്തെ ദിവസമായപ്പോൾ കുറച്ചും കൂടെ ആൾക്കാർ, മൂന്നാമത്തെ ദിവസമായപ്പോൾ കുറച്ചും കൂടെ ആൾക്കാർ, അങ്ങനെ ഓരോ ദിവസം വന്നപ്പോഴും കുറച്ച് കൂടിയായിരുന്നു ആൾക്കാർ വന്നത്. അപ്പോൾ ഇവിടെ ഞാൻ അമ്മ എപ്പോഴും ഫോണിലിങ്ങനെ ഗ്രൂപ്പ്സ് കുറേ ഉണ്ട്. അപ്പോൾ എപ്പോഴും ചേട്ടായിമാർ പറയായിരുന്നു ഫോണൊക്കെ എവിടെയെങ്കിലും കൊണ്ട് ഇടുന്നൊക്കെ. അപ്പോൾ ഞാൻ അവരുടെ കൂടെ നിൽക്കും, കാരണം എനിക്ക് ഫോൺ കാണാൻ തരത്തില്ല. എനിക്ക് ഫോൺ കാണുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ എനിക്ക് ഫോൺ കാണാൻ തരത്തില്ല. അമ്മ ഇങ്ങനെ ഗ്രൂപ്പിലിപ്പോൾ മീറ്റിംഗ് അങ്ങനെയൊക്കെ പറഞ്ഞ് പോകും. അപ്പോൾ ഇവിടെ വന്ന് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് അതിനൊക്കെ ഒരു പുറകിലൊരു കഥയുണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ദൈവത്തിനെ പറ്റി പറയാനാണ്, ദൈവത്തെ പറ്റി ഇപ്പോൾ വചന ഗ്രൂപ്പ് ഉണ്ട്. അതിനകത്ത് അമ്മയും ഇന്നലെയൊക്കെ ഞാൻ അമ്മ അറിയാതെ പോയി വചനം ഇട്ടിട്ടുണ്ട്, അമ്മ അറിഞ്ഞിട്ടില്ല. അങ്ങനെ എന്നെ മിക്കവാറും വീട്ടിൽ പോകുമ്പോൾ ഓടിക്കും. പിന്നെ എനിക്കിവിടെ വന്നപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആലീസ് ആൻറ്റി ആണെങ്കിലും എന്നോട് എപ്പോഴും ചിരിച്ച് സംസാരിക്കും. ഇവിടെ എല്ലാവരും എന്നോട് ചിരിച്ച് സംസാരിക്കത്തുള്ളൂ, ആരും ദേഷ്യപ്പെടത്തില്ല. ഭയങ്കര സന്തോഷമുള്ള ഇതായിരുന്നു. നമ്മൾ തെറ്റിപ്പോയാലും എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ചെയ്തത് തെറ്റാണെങ്കിൽ അത് അവരങ്ങനെ തന്നെ പറഞ്ഞു തരത്തുള്ളൂ, അല്ലാതെ ദേഷ്യപ്പെട്ട് പറഞ്ഞു തരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. താങ്ക്സ്. ശമിശേഖ് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ഈ ഒരു കോഴ്സ് കൂടാനായിട്ട് കാരണം ഡോക്ടർ അന്ന് അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി 25 വർഷത്തെ ദിവസം അന്ന് ഈ ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ആ ദിവസം ശനിയാഴ്ച ദിവസം കാത്തിരുന്നപ്പം ഒന്നും വന്ന് കാണുന്നില്ല. അപ്പോൾ തന്നെ പരിപാടി ക്യാൻസലായി പോയായിരിക്കും. അപ്പോൾ പിറ്റേ ദിവസം വന്നപ്പോൾ കണ്ടപ്പം പറഞ്ഞു അതിൻ്റെത് ഇവിടെ ഈ ലോഗോസിൻ്റെയൊക്കെ പരിപാടി ഉള്ളത് പോസ്റ്റ്പോൺ ചെയ്തതാണ്. അപ്പം ഞാനതിനകത്ത് കൂടാണ്ട് ഉള്ളിലുള്ള ആഗ്രഹം എന്ന് പറയുന്നത് ഞാൻ ഈ ഓൺലൈൻ ഒരു റേമ കോഴ്സ് കൂടുന്നുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് അതിനകത്ത് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. ഞാൻ ഈ 32-33 കൊല്ലം എന്ന് പറഞ്ഞ പോലെ എനിക്ക് കർത്താവ് ഒരു വെളിപ്പെടുത്തൽ തന്നു. അതിൻ്റെ അത് പിടിച്ച് ഇങ്ങനെ പോവുക. അപ്പോൾ ഒന്നൊരു തുറവി എങ്ങോട്ടൊന്നും കാണുന്നില്ല. എന്നാൽ കാണുന്നുണ്ടോ ഉണ്ട്. കാരണം ദിവ്യാഴ്ചയിരുന്ന് പ്രാർത്ഥിക്കുന്ന സൗകര്യം ഒരുക്കി ക്ലാസ് എടുത്തിനകത്ത് നമുക്ക് പറഞ്ഞതിൻ്റെ രീതി എന്ന് പറഞ്ഞത് ഇന്നലെ പറയാനായിട്ട് പഠിപ്പിച്ചപ്പം ഓർഡറിൽ നമുക്ക് അങ്ങോട്ട് ആക്കിയത്. അപ്പം നമ്മൾ ബൈബിൾ വായിക്കുന്നു, വചനം കേൾക്കുന്നു. ഇപ്പം ആരൊക്കെ പറഞ്ഞ പോലെ ധ്യാനത്തിൽ കൂടുന്ന പോലെ അല്ല ഇത്. അപ്പോൾ ഇത് ധ്യാനം കൂടുന്നവർ നമ്മളെ മാനസാന്തരമാക്കുക, കുടുംബത്തിൽ പോയിട്ട് നല്ലതായിട്ട് ജീവിക്കുക. അല്ലാണ്ട് വചനം പ്രഘോഷിക്കണമല്ല ഒരു ചിന്തയൊന്നും അങ്ങനെ അത് ആത്മാവ് പ്രചോദിപ്പിച്ച് തന്നാൽ അങ്ങ് പറയാവുന്നല്ലോ. അല്ലാണ്ട് അതല്ല അവരുടെ മെയിനായിട്ട് വരുന്നത്. അവർ പറഞ്ഞു നിങ്ങൾ കുടുംബം നിങ്ങളുടെ വിശദീകരിച്ചാക്കുക, നിങ്ങൾ കുടുംബത്തിൽ നല്ലതായിട്ടാവുക. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ നമ്മളെ കുടുംബത്തിലായിക്കൊണ്ട് നമ്മൾ പുറത്തോട്ട് കൊടുക്കാനല്ല. അപ്പോൾ ആ ഒരു ടൈം ടേബിളിൻ്റെ വഴിയിൽ അങ്ങോട്ട് കൊടുക്കുക. അപ്പോൾ അതൊരു നല്ലൊരു അപ്പോൾ അതെനിക്കത് ഉപകാരമായി. പിന്നെ ഇതിനതുകൊണ്ട് ഓവറോൾ ഇതിനകത്ത് സന്തോഷമാണ്. അപ്പോൾ ഇത് മുന്നോട്ട് പോകട്ടെ. ഇതിനകത്തെല്ലാവരും വന്നവരും ഇനി വിടരുമല്ലേ. ഞാൻ ഇന്നലെ പോയിട്ട് ഞാൻ ആരുടെ മുഖം കറുത്ത് കണ്ടില്ല. അതുകൊണ്ട് ബ്രദർ എൻ്റെ പേര് പറഞ്ഞായിരുന്നല്ലോ, കുസുമ 3 പേര് സംസാരിക്കുന്നു. അപ്പോൾ അത് വാസ്തവത്തിൽ ആ നേരത്തെ ആ പിള്ളേരുടെ റിസപ്റ്റീവ് പവറും കൊടുത്ത പരിസ്ഥാനവും പ്രവർത്തിച്ചപ്പോൾ ദൈവത്തിന് അവരുടെ ഹൃദയം തുറന്നു കൊടുത്തു. അതുകൊണ്ടായിരിക്കും ഇവിടെ കർത്താവിന് വേണ്ടി. പിന്നെ വേറൊന്നൊരു കുഞ്ഞു പോയിൻ്റ് കൂടി ഉള്ളത്, നമ്മൾ ഇന്നിപ്പോൾ പ്രസവിച്ചിറങ്ങിയപ്പോൾ ആരും എതിര് നിൽക്കാത്തതിൻ്റെ കാരണം ഒരു പക്ഷേ ഇവിടെ ദിവ്യാനത്തിരുന്ന് ആരൊക്കെ ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടായിരുന്നു. അപ്പോൾ ഇവിടുന്ന് ശക്തി അങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ ദിവ്യകാരനെ ഉള്ളിടത്തോട് വെച്ചുകൊണ്ട് ഒരു കൂട്ടർ ഇവിടുന്ന് പ്രാർത്ഥിക്കാനും വേണം, ഒരു കൂട്ടർ അവിടെ പ്രഘോഷിക്കണമെങ്കിൽ അത് സൂപ്പറായെന്നൊരു അനുഭവം. അപ്പം അങ്ങനെ ഒരു ലോകം കൂടെ നമുക്ക് വിരിഞ്ഞ് കണ്ടിന്യൂസ് ആയിട്ട് ആരിലൊക്കെ ഒരാൾ ദിവ്യകാരണത്തിൽ ഇരുന്നുകൊണ്ടും ഇവിടെയാണെങ്കിലും ഇവിടുന്നൊക്കെ അത് ചെയ്യാവുന്ന കണക്കുള്ള കാര്യം അത്. അപ്പോൾ ഇതൊരു ദൈവാനത്തിന് നല്ലൊരു അനുഭവമാണ്. ഇവിടെ ടീമിനെ നല്ല സ്നേഹത്തോടെ വളരെ ആദരവോടെ ചേച്ചിയും കാണുന്നു. എല്ലാവരും അച്ഛനെയും എല്ലാവരെയും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ചെറിയ വിൻസെൻ്റ് പോളിൽ ചേർന്ന വനിതാ വിൻസെൻ്റ് പോളിൽ ചേർന്ന മുതൽക്കോടം ഇടവകയിൽ പ്രവർത്തിക്കുകയായിരുന്നു. അപ്പം പ്രസിഡൻ്റ് ഒരു ഓർഡർ ഇട്ടു, വിൻസെൻ്റ് പോൾ അംഗങ്ങൾ എല്ലാവരും മിസിയോ കോഴ്സ് കൂടണം കേട്ടോ. അതിൻ്റെ ഭാഗമായിട്ട് ചെറിയ അനുസരണം ഉള്ളതുകൊണ്ട് ഞാൻ വന്നു. എൻ്റെ മനസ്സ് ഭയങ്കര മുൻവിധിയൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്.
കാരണം ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതൊക്കെ വിട്ടുകൊടുക്കണോ, പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കേണ്ടി വരുമോ, എനിക്കൊരു മോളെ കൂടെ കെട്ടിക്കാനുണ്ടല്ലോ, ഇങ്ങനെയുള്ള ചിന്തയോടുകൂടിയാണ് ഞാൻ ഇരുന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാനത് ഗ്രൂപ്പിലും പറഞ്ഞു, നല്ല കോഴ്സാണ്, എല്ലാവരും കൂടണം കേട്ടോ എന്നൊക്കെ പറഞ്ഞു. ഇഷ്ടപ്പെടാൻ കാരണം ഇതാണ്, എൻ്റെ ഉള്ളിലും ഒരു ചിന്ത വന്നായിരുന്നു, ഇങ്ങനെയൊന്നും പോരാ, അനുഷ്ഠാനങ്ങൾ മാത്രമേ നടക്കുന്നുള്ളൂ. എൻ്റെ കാര്യമാണോ അതുകൊണ്ടായിരിക്കാം, ഞാൻ ചെയ്യുന്നതുകൊണ്ടായിരിക്കാം, എല്ലാ അനുഷ്ഠാനങ്ങളിൽ മുഴുകിപ്പോവുകയാണ്, ആത്മീയത വരുന്നില്ലല്ലോ എന്ത് ചെയ്താലും. ഇടയ്ക്കിടയ്ക്ക് എനിക്കൊരു ചിന്ത തരാറുണ്ടായിരുന്നു. അപ്പോൾ ഇത് എനിക്കിഷ്ടപ്പെട്ടു. ഇങ്ങനെയൊരു ആലീസ് ആൻറ്റിയൊക്കെ കേരളത്തിലുണ്ടെന്നുള്ളതും ഞാനിപ്പോഴാണ് അറിയുന്നത്. അധികം വായനയൊന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കും. പക്ഷേ ഞാൻ കേട്ടിട്ടുണ്ട്. അത് പേടിയോടുകൂടി വർഷങ്ങൾക്ക് മുമ്പ് കേട്ടത്. തൃശ്ശൂർ ആസ്ഥാനമായിട്ടായിരുന്നോ ഇവാഞ്ചലൈസേഷൻ മിഷൻ എന്നൊക്കെ പറഞ്ഞ്, ഏതായാലും എല്ലാ ഭാവങ്ങളും ഇവിടെ പൈശാചികതയൊന്നും കടന്നു വരാതെ ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാ ധ്യാനമന്ദിരങ്ങളും അങ്ങനെയായിരുന്നു. തുടക്കത്തിൽ ഒത്തിരി പ്രതീക്ഷയോടെ വചനം കൊടുത്തു. പക്ഷേ നമ്മുടെ പ്രത്യേകിച്ച് സമ്പന്നരായിട്ടുള്ള ഈ ഇടവക തൊടുപുഴ മുതലക്കോടമൊക്കെ ജനങ്ങൾ കുറച്ചും കൂടി മാറണം, ഞാനടക്കം, എൻ്റെ കുടുംബം അടക്കം. അപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിൽ എൻ്റെ കുടുംബത്തിൽ പ്രേക്ഷിത വേല ആരംഭിക്കാം. ഞാനത് ചെയ്യുകയും ചെയ്യും. ദൈവത്തിന് സ്തുതി. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എനിക്ക് ഈ മിസ്യോയിൽ കൂടണമെന്ന് മിനി പറഞ്ഞപ്പോൾ മുതൽ എനിക്ക് ഭയങ്കരമായ ആഗ്രഹമുണ്ട്. കാരണം എനിക്ക് വചനം ഉള്ളിലുണ്ടെങ്കിലും അത് പുറമേ ഒരു മനുഷ്യനോട് പറയാനുള്ള ഒരു ധൈര്യമില്ല. എപ്പോഴും എൻ്റെ മനസ്സിൽ അതൊരു നൊമ്പരമായിട്ട് കിടക്കുന്നുണ്ട്. മാത്രമല്ല, ഒരു വർഷം മുമ്പ് ഒരു ധ്യാനം കൂടിയപ്പം ആ കൗൺസിലർ എന്നോട് പറഞ്ഞു, മോള് ഇത് ശരിയല്ല, ഈശോ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്, ഒന്നും കിട്ടണില്ല ഈശോയ്ക്ക്. അതായത് ഞാൻ ആർക്കും ഒന്നും കൊടുക്കണില്ല, ഞാൻ നന്നായിട്ടാണ് ജീവിക്കണം, ഞാൻ എന്നും വെള്ളിയിൽ സംബന്ധിക്കും, കൊന്തയിലും എല്ലാം എൻ്റെ കാര്യങ്ങളും എൻ്റെ കുടുംബത്തിലെ മാത്രം കാര്യങ്ങൾ ഞാൻ വളരെ നന്നായി ചെയ്തുകൊണ്ടായിരിക്കണം. പക്ഷേ മറ്റുള്ളവർ നന്നാക്കണമെന്നോ, എത്ര ചീത്തയായിട്ട് നടക്കേണ്ട ഒരു കുടുംബത്തിലുണ്ടെങ്കിൽ പോലും അവരോട് പോലും ഒരു വചനം പറയാൻ എനിക്ക് ധൈര്യമില്ല. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞ ശേഷം എനിക്ക് ഭയങ്കരമായൊരു പ്രചോദനം കിട്ടി. ഈ മയക്ക് പിടിച്ച പോലെ ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല, എനിക്ക് നല്ല ധൈര്യമില്ല. ഇപ്പോൾ എനിക്ക് അതിനെ കിട്ടി. ഞാൻ ഇതിലേക്ക് ആണെങ്കിൽ ആ ബൈബിൾ വായിക്കാനൊക്കെ കയറിയത് എനിക്ക് ധൈര്യം ഉണ്ടായിട്ടല്ല, പക്ഷേ എനിക്ക് ദൈവം തന്നു. ഇന്നലെ പോയപ്പോഴാണെങ്കിൽ എനിക്ക് ഒരു പേടി ഉണ്ടായില്ല. ഒരുപാട് പേരോട് ഈശോയെ പറയാൻ പറ്റി. അവരൊക്കെ വളരെ സന്തോഷമായിട്ട് അത് സ്വീകരിക്കുകയൊക്കെ ചെയ്ത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഞാൻ ചെയ്യേണ്ട കടമയാണ്, ചെയ്തില്ല. ദൈവത്തിന് ഒത്തിരി നന്ദി. ഈ കോഴ്സിലൂടെ എനിക്ക് കിട്ടിയ ഈ പരിശുദ്ധാത്മാഭിഷേകത്തെ ഓർത്ത് നന്ദി പറയുന്നു. ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ ഞാൻ ഒന്നും പറയുന്നില്ല. വന്നപ്പോഴുള്ള ഒരു അനുഭവം, ഞാൻ അന്നു വേണ്ട ആഹാരത്തിന് ബുദ്ധിമുട്ടി വേല ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ഇന്നിവിടെ ഞാനിവിടെ വന്നിരുന്നിട്ട് നാളെ ചെല്ലുമ്പോൾ അവരടുത്ത് വരുമ്പോൾ എന്ത് ചെയ്യും, എന്ത് പറയുമെന്ന് ഓർത്ത് വിഷമിച്ചിരുന്ന എനിക്ക് ഈ കഴിഞ്ഞ 3 ദിവസം 4 ദിവസമൊക്കെ ആയിട്ടും ചെല്ലുമ്പോൾ ആരും എൻ്റെ അടുത്ത് സമീപിക്കുകയോ അതേക്കുറിച്ച് ചോദിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. എൻ്റെ തയ്യൽ വേലയായി എൻ്റെ ജോലി. അപ്പോൾ മേടിക്കാൻ വരികയോ അതിനെ കുറ്റപ്പെടുത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതെനിക്ക് ഏറ്റവും സന്തോഷകരമായ ഒരവസ്ഥയാണ്. പിന്നെ സുവിശേഷം പ്രഘോഷിക്കാനായി ഞങ്ങളെ ഇവിടെ നിന്ന് വിട്ടു. ഞങ്ങൾ 4 ബാച്ച്, ഓരോ സ്ഥലത്തേക്കും 4 വേറെ വിട്ട്. ഞാൻ ആദ്യം ഗവൺമെൻറ് ആശുപത്രി പോകുക എന്നായിരുന്നു എൻ്റെ ഉദ്ദേശം. പക്ഷേ ഞങ്ങൾക്ക് മുമ്പേ വേറെ 2 പേര് പോയതുകൊണ്ട് ഞങ്ങൾ ആയുർവേദ ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ മുസ്ലിങ്ങളുണ്ട്, ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്. എല്ലാവരും ആഴ്ചയായും മാസങ്ങളായും കിടക്കുന്നവരാണ്. വേദന അനുഭവിച്ച വേദന തിന്നുന്നത്. ആ വേദന എന്തെന്ന് ശരിക്കും അനുഭവിച്ചാലാണ് ഞാൻ 1 വർഷത്തോളം ഞാൻ കിടപ്പ് കിടന്നിട്ടുണ്ട്. അതിൽ നിന്ന് എഴുന്നേറ്റ് ഇന്ന് ഈ അവസ്ഥയിലാക്കിയത് എൻ്റെ ദൈവമാണെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അവിടെ ചെന്നു വചനം പ്രഘോഷിക്കുന്നതിനേക്കാൾ സന്തോഷം, സമാധാനം, സംതൃപ്തിയും ആ ഓരോ രോഗികളുടെയും അടുത്തോടെ ചെന്ന് അവരോട് സംസാരിച്ചപ്പോൾ അവരുടെ മുഖത്ത് വിരിഞ്ഞ ഭാവങ്ങൾ കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. ആ സന്തോഷത്തോടെയാണ് ഞാൻ തിരികെ വന്നത്. വീട്ടിൽ ചെന്നപ്പോഴും ഈ അവരുടെ മുഖങ്ങളൊക്കെ എൻ്റെ ഓർമ്മയിലുണ്ട്. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളുടെ വേദന കുറച്ചൊക്കെ വേദന അനുഭവിച്ചവളാണ് ഞാൻ. അത് കാരണം നിങ്ങൾ വിഷമിക്കേണ്ട, ദൈവം നിങ്ങളെ വേഗം അസുഖമൊക്കെ ഭേദമാക്കി
വീട്ടിലോട്ട് വിടും. സമാധാനമായിട്ട് കിടന്നോളാനൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് ഞാൻ തിരിച്ചു പോരുകയും ചെയ്യുന്നു. എനിക്ക് നന്ദി പറയാൻ ഞാനിവിടെ വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അപ്രതീക്ഷിതമായിട്ട് എൻ്റെ സുഹൃത്തുക്കൾ 3-4 പേരുടെ നിർബന്ധപ്രകാരം ഞാനിവിടെ വരികയാണ് ചെയ്തത്. ഇപ്പോൾ വന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഇനി ഒരു അവസരം കിട്ടിയാൽ തീർച്ചയായിട്ടും ഞാനത് പങ്കുകൊള്ളുന്നു അറിയിക്കും. സ്തുതിയായിരിക്കട്ടെ. ഞാൻ മൈക്കൊക്കെ പിടിച്ച് ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ നിന്നിട്ടില്ല, അതുകൊണ്ട് ഞാൻ പതിമിരിക്കുമായിരുന്നു. അപ്പം ഞാനിവിടെ വരാൻ കാരണം നമ്മുടെ കുമാരി ചേച്ചി പ്രത്യേകം വിളിച്ചതാണ്. അതിനു മുമ്പ് തന്നെ ഒരു മിഷനറി ആയിട്ട് ഈ വൃദ്ധർക്കൊക്കെ റിട്ടയർമെൻറ്റ് പ്രായത്തിലുള്ളവർക്കൊക്കെ ഈ മിഷനറി അവിടെ സേവനം ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പം 3 മാസം 6 മാസമൊക്കെ പോയി അവരുടെ കൂടെ പോയി ഒന്ന് കൊന്തയൊക്കെ ചൊല്ലി ഇങ്ങനെ ഇരിക്കാനായിട്ട് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു, മിഷനറി പോകാനായിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു ചേച്ചി ഈ മിസ്സിയോയുടെ ടീമിൽ ഓൺലൈനിൽ ഇങ്ങനെ ഒന്ന് കൂടുന്നു പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഈ പുറത്തേക്കൊക്കെ പോയി 2 പേരുടെയൊക്കെ വർത്തമാനം പറയാനായിട്ട് അറിയത്തില്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ നിന്നെല്ലാം ഒഴിവായി. മലക്കോടത്ത് വന്നപ്പോഴും കുമാരി പറഞ്ഞു, അന്നേരവും ഞാൻ ഒഴിവായി. പിന്നെ കുമാരി ഒരു ദിവസം വന്നു കഴിഞ്ഞ് മലക്കോടത്ത് വന്ന് ഇറങ്ങിയപ്പോൾ ചേച്ചി ഇങ്ങനെയുള്ളൊരു കാര്യമുണ്ട്, ഒന്ന് വന്ന് ഒരു ദിവസം ഒന്ന് കൂടാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാനിവിടെ എത്തിയപ്പം ഒരു ദിവസം ഇരുന്ന് കഴിഞ്ഞപ്പം ഈശോയോട് ചോദിച്ചു, ആ കൂട് അത് നിനക്ക് പറഞ്ഞിട്ടുള്ളതാണെന്ന് പറഞ്ഞ് അപ്പം ഞാൻ ഇരുന്നു. എല്ലാം കേട്ടു, നന്നായിരുന്നു. പിന്നെ സമ്പൂർണ്ണ സമർപ്പണം എന്ന് പറഞ്ഞുകൊണ്ട് കടലാസിൽ എഴുതി വെച്ചിരുന്നു. സത്യം പറഞ്ഞാൽ 1 പേപ്പറും 2 പേപ്പറും ഒന്നും എഴുതിയാലൊന്നും മതിയാവില്ലാത്ത പോലെ എനിക്കുണ്ട്. അതുപോലെ അതൊരു നല്ല ഹീലിംഗ് ആയിരുന്നു, നന്നായിട്ട് ചെയ്യാൻ പറ്റി. പിന്നെ ഇന്നലെ പോയത് കഴിഞ്ഞപ്പം സാറും അനിലും എന്നുണ്ടായിരുന്നു കൂടെ. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞോണം, എനിക്കൊന്നും അറിയത്തില്ല കേട്ടോ എന്ന് പറഞ്ഞു. എന്നിട്ട് എന്താണോ ആർക്കറിയാം, അവരുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്കാണ് പറയാൻ തോന്നിയത്. എന്തോ ഞാനല്ല പറഞ്ഞത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ വ്യക്തമായിട്ട് ശുദ്ധമായിട്ടായിരുന്നു. ഇത്രയും വൃത്തിയായിട്ടും ഞാൻ ആരോടും സംസാരിച്ചിട്ടില്ല. അതിന് വെച്ചാൽ നമ്മൾ ഫോണിൽ അല്ലാണ്ട് നമ്മൾ നേരെ നിന്ന് വർത്താനം പറയാനായിട്ട് എനിക്കൊത്തിരി ഇഷ്ടമാണ്. അത് ഞാൻ എത്ര വേണമെങ്കിലും പറഞ്ഞോളൂ. പക്ഷേ ഞാൻ മറ്റുള്ളവരോട് സംസാരിക്കാമെന്ന് പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പം എല്ലായിടത്തും ചെന്ന് എല്ലാവരോടും പറയാൻ സാധിച്ചു. തിരസ്കരിച്ച് വരുന്നുണ്ടോ ഒന്നും തോന്നിയില്ല, പോന്നു. അങ്ങനെ ഒരു നല്ല അനുഭവം തന്നതിന് ഓർത്ത് എല്ലാവർക്കും നന്ദി പറയുന്നു. വിശ്വസിച്ചിരിക്കട്ടെ. ഈ കോഴ്സിലേക്ക് വരാൻ വേണ്ടി ഈ പ്രാവശ്യം അവധിയായിരുന്നു. പിന്നെ വീട്ടിൽ നിന്ന് എല്ലാവരും പോകുന്നു. അപ്പോൾ ഇപ്പോൾ ആണെങ്കിൽ പുതിയൊരു ഓഫീസ് തുടങ്ങണം, അതുകൊണ്ട് തന്നെ ഇരിക്കേണ്ട പോകുന്നു. നല്ല പണ്ട് പോലെ ഇങ്ങനെ സുവിശേഷത്തിൽ വിശ്വസിക്കുന്നുണ്ടായിരുന്നു. ഈ സാറിന് നമ്മൾ പറയുന്നത്, നമ്മുടെ നീതി ഫരിസേയരുടെ നീതിയെ അതിശയിപ്പിക്കുന്നില്ല, തൻ്റെ പ്രവർത്തി മണ്ഡലം ശൂന്യമാണ് എന്നാണ് പൊതുവെ നമ്മൾ പറയാറുള്ളത്. അതുകൊണ്ട് നമ്മുടെ ഏത് പ്രൊഫഷനിലാണെങ്കിലും നമ്മളത് ഒരു നീതീകരണമായിട്ട് അല്ലെങ്കിൽ നല്ല നീതീകരണമായിട്ട് നടത്താൻ നോക്കുക. ചിലപ്പോൾ ഞങ്ങളുടെ പ്രൊഫഷനിൽ തന്നെയാണെങ്കിൽ ചിലപ്പം പല തമ്മിലുള്ള തർക്കം കാണും, ചിലപ്പം ക്രിമിനൽസൊക്കെ ആയിരിക്കും വരുന്നത്. കാരണം ചിലപ്പോൾ അവരെ ചിലപ്പം ഒരു ഇൻറ്റൻഷനായിട്ട് ചില പോലീസുകാർക്ക് ചിലപ്പോൾ ചില കേസുകൾ ഉൾപ്പെടാറുണ്ട്. പക്ഷേ അവരെ ഇന്നസെൻറ്റ് കണ്ടുപിടിക്കുക എന്നായിരിക്കണം ഞങ്ങളുടെ ഏത് പ്രവർത്തന മണ്ഡലത്തിലാണെങ്കിലും പൊതുവായ ഉദ്ദേശം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ നമുക്ക് ഈ ഈശോയുടെ പ്രകടനത്തിലായ സുവിശേഷ ഭാഗ്യങ്ങളും എല്ലാം അതിൽ ഉൾപ്പെടുത്താൻ പറ്റും. അപ്പോൾ നമ്മൾ കൂട്ടുകാരൊക്കെ ആയിട്ട് തമാശ പറയുമ്പോൾ എല്ലാവരുമൊക്കെ ഈ സുവിശേഷ വിശ്വസിക്കുന്ന ആയിരിക്കില്ല. പക്ഷേ എന്തായാലും തമാശ പറയുമ്പോൾ നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് ഏതെങ്കിലും തമാശയിൽ നമുക്കൊരു ബൈബിൾ വാക്ക് കോട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ 2-3 പ്രാവശ്യം കോട്ട് ചെയ്യുമ്പോൾ കുറേ പേര് നമ്മളെ അന്വേഷിച്ച് വരെ ഇത് കൗൺസിൽ ചെയ്യാനോ അല്ലെങ്കിൽ സുവിശേഷം പ്രസംഗിക്കാനോ ചിലപ്പോൾ പലരും വന്നുവന്നിരിക്കും. അങ്ങനെയുള്ളവർക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാം. അതായിരിക്കും അതിൻ്റെ എളുപ്പ മാർഗം എന്ന് തോന്നുന്നു. അതായത് നമ്മൾ ഇപ്പോൾ പല ഇതിലും പല കമ്പനിയും കൂടാറുണ്ട്. അപ്പോൾ ആ തമാശ വരുമ്പോൾ ആ തമാശയിൽ എന്തെങ്കിലും ഒരു നമുക്ക് ബൈബിൾ വാക്യം എപ്പോഴെങ്കിലും കോട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് തമാശ രൂപത്തിലാണെങ്കിലും കോട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ അങ്ങനെ 2 പ്രാവശ്യം കോട്ട് ചെയ്യുമ്പോൾ ആൾക്കാർ നമ്മുടെ അടുത്തേക്ക് വരും എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യങ്ങൾക്കായിട്ട്. അതുകൊണ്ട് അതിനൊക്കെ ഈ കോഴ്സ് ഒത്തിരി പ്രയോജനപ്പെട്ടു. സുരക്ഷഭാഗ്യങ്ങളും അതുപോലെ ഈശോയുടെ പ്രകടനപത്രികയായിട്ടും അന്തർക്ക് കാഴ്ച അങ്ങനെ അടിച്ചമുക്ക് സ്വാതന്ത്ര്യം അങ്ങനെയൊക്കെ പറഞ്ഞ് വളരെ അത് നല്ല
പിന്നെ അതുപോലെ വീടുകളിൽ പോയി കൂട്ടായി ചെയ്യുക, അവരുടെ കൂടെ ഭക്ഷണത്തിരിക്കുക, അതൊക്കെ ഒരു വലിയൊരു നല്ലൊരു മാർഗമായിട്ടാണ് ഞാൻ പഠിക്കുന്നത്. ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇവിടെ നമ്മൾ ഈ വചനാധിഷ്ഠിതമായിട്ട് നമ്മൾ കേട്ട കാര്യങ്ങൾ ഈശോയെ നമ്മൾ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിച്ച് അതിനെ കൊണ്ട് ഏറ്റുപറഞ്ഞ് രക്ഷകനായിട്ട് നമ്മൾ ഈശോയെ സ്വീകരിച്ച് കഴിയുമ്പോൾ നമ്മൾ മാനസാന്തരപ്പെടണം. ആ മാനസാന്തരപ്പെട്ട് പശ്ചാത്തലിച്ച് വരുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിൽ വരികയും നമ്മളൊരു കൂട്ടായ്മയിലൂടെ വളരുകയും നമ്മൾ അറിഞ്ഞ ഈശോയെ നമുക്ക് പ്രഘോഷിക്കുവാൻ സാധിക്കുകയും ചെയ്യണം. അതിന് ഈ ക്ലാസ് ഒത്തിരിയേറെ നന്നായിരുന്നു. ആരാധന, പുത്രനായ ദൈവത്തിന് ആരാധന, പരിശുദ്ധാത്മാവായ ദൈവത്തിന് ആരാധന. ഇത്ര മഹത്തായ ഇത്രയും പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരു കൺവെൻഷനിൽ എനിക്ക് കൂടുവാൻ അവസരം നൽകുവാനായി ദൈവത്തിന് ഞാൻ ആയിരം നന്ദി പറയുന്നു. അതിലൂടെ നയിച്ച് നിങ്ങളെ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവ് കൂടുതൽ നിറയുവാനും സുരക്ഷിതനായി ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുവാനും വേണ്ടി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ നിർത്തുന്നു. ഈ ഒരു കോഴ്സ് തുടങ്ങിയത് എനിക്ക് തന്നെയായിട്ടാണെന്ന് എനിക്ക് മനസ്സുണ്ട്. എനിക്ക് തന്നെയായിട്ടാണ് ഈ കോഴ്സ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പാപത്തിൻ്റെ പരിഹാരമായിട്ട് ഇതറിയാൻ ഈ കോഴ്സിലെ ക്ലാസ്സുകൾ ഓരോ ക്ലാസ്സുകളും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിറഞ്ഞ ക്ലാസ്സുകളാണ്, വചനത്തിൻ്റെ. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുവാനും അതുപോലെ അത് വചനത്തിലൂടെ ജീവിക്കുവാനും ലോകം മുഴുവനും സുവിശേഷം പ്രസംഗിക്കാൻ പറഞ്ഞാൽ ലോകം മുഴുവനും പോയി പ്രസംഗിക്കാൻ എനിക്ക് കഴിവില്ലെങ്കിലും ഞാൻ മറ്റുള്ളവർക്ക് വചനം പറഞ്ഞു കൊടുക്കാനും അതുപോലെ ബൈബിൾ വായിക്കാനുള്ള ശക്തി കൂടുതൽ എനിക്ക് തന്നു. ഒത്തിരി ശക്തി തന്നു. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കുമെന്ന് ഈശോ പറയുന്നുണ്ട്. പിന്നെ ഓരോരുത്തരും ഈ കോഴ്സ് തുടങ്ങി ഇവിടെ വന്നതിന് ശേഷമാണെങ്കിലും എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടി. ഓരോ ക്ലാസ്സിലും പരിശുദ്ധാത്മാവിടെ നിറയുവാനുള്ള ശക്തി കിട്ടി. ഇനി ഈ കോഴ്സുകൾ വളർന്ന് ഒത്തിരി പന്തലിച്ച് പോകട്ടെ എന്ന് ഞാൻ ഈശോയോട് നാമത്തിൽ പറയുന്നു. ഒത്തിരി നല്ലത്. 10 ധ്യാനത്തിൻ്റെ ഫലമല്ല, അത് കൂടുതൽ അതിന് മേലെ ഇത് ശക്തി ഈ കോഴ്സിലൂടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു നിർത്തുന്നു. ഞാൻ വിജ്ഞാനമാത ഇടവകയിലെ ഒരു അമ്മച്ചിയാണ്. എനിക്ക് കൂടുതലായിട്ട് ഒത്തിരി കാര്യങ്ങളൊന്നും പറയാനുള്ളൊരു കഴിവുകളൊന്നും എനിക്കില്ല. പിന്നെ ഞാൻ അത്യാവശ്യം പള്ളിയിൽ പോകുകയും വചനം വായിക്കുകയും അതൊക്കെ ചെയ്യുന്ന ആളാണ്. കൂടുതലായിട്ട് ഈ മിസിയോയിൽ കയറാനായിട്ട് മിനി പറഞ്ഞിട്ടാണ് ഞാൻ വന്നതിൽ കൂടുതൽ സന്തോഷം. ദൈവത്തിന് സ്തുതി. ദൈവത്തിന് സ്തുതി. 2-3 പേര് ഈശോയുടെ നാമത്തിൽ എവിടെ ഒന്നിച്ചു കൂടിയാലും ഈശോ നമ്മുടെ മധ്യത്തിലുണ്ടെന്നുള്ള വിശ്വാസം ഉറപ്പായി. പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഓരോ ദിവസവും ടോമി ചേട്ടനുടെ വചനം കേട്ടപ്പോൾ ആ വചനം എൻ്റെ ഹൃദയത്തിലേക്ക് തന്ന ഈ ടോമി ചേട്ടൻ്റെ ഈ സമൂഹത്തിനും ഒത്തിരിയേറെ നന്ദി. ഞാൻ കഴിഞ്ഞ 1.5 മാസമായി ഞാൻ ആരാധന ചാപ്പലിൽ ഇരുന്നപ്പം 1.5 മാസമായി ഒരു വചനം പങ്കുവെക്കുന്ന ഒരു ടീം വരുന്നുണ്ടെന്ന് എൻ്റെ മനസ്സിൽ പറഞ്ഞു. അപ്പം ഞാൻ ഓർത്തു ഞാൻ എഴുമ്പടത്തൊന്നപ്പോൾ ഉണ്ടല്ലോ ഇവിടെയൊക്കെ കേൾക്കാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ സന്തോഷിച്ചു. പക്ഷേ ഇത്രയും വലിയൊരു ഈ ചെറിയ സമൂഹം ഇത്രയും വലിയൊരു സമൂഹത്തെ ഞങ്ങളുടെ ഹൃദയത്തിൽ ഏൽപ്പിച്ച ടോമി ചേട്ടന് 1000 നന്ദി. എങ്ങനെ പറയട്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും ഇനി ഞാൻ ഒത്തിരിയേറെ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ ഒരു ടീമിൽ വന്ന് ചേരണമെന്ന്. പക്ഷേ എനിക്ക് ബസ് കയറിയൊന്നും നടക്കാൻ വയ്യ. സന്ധ്യവാദം വന്ന ആളാണ്. എനിക്ക് ആഗ്രഹമുണ്ട്. എങ്കിലും ഇവിടെ അടുത്തെവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വരും. ഇനിയും പരിശുദ്ധാത്മാവിലൂടെ പ്രവർത്തിക്കാനും 1-2 പേർക്കെങ്കിലും കർത്താവിൻ്റെ വചനം പരിശുദ്ധാത്മാവിനോട് പങ്കുവെച്ചു കൊടുക്കാനും ആഗ്രഹമുണ്ട്. പോകുമെന്നൊരു ധ്വനിയൻ ഹൃത്തിൽ മുഴങ്ങി, ആരൻ മൊഴിയായി തീരുമെന്നൊരു മൃദുല സ്വരം ഞാൻ കേട്ടു. ഞാൻ പോകാം നാഥാ, ഞാൻ പോകാം. ലോകമെങ്ങും നിൻ
സുവിശേഷം പങ്കുവച്ചിടുവാൻ ഞാൻ പോകാം നാഥ, ഞാൻ പോകാം. ലോകമെങ്ങും നിൻ സുവിശേഷം പങ്കുവച്ചിടുവാൻ. ലോകമെങ്ങും പോയിടാനായി ക്രിസ്തു നമ്മെ വിളിക്കുന്നു. സുവിശേഷമായി തീരാനായും